റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അഗ്രസീവും അപ്രതീക്ഷിതവുമായ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിന്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും നിഫ്റ്റി 25,000 എന്ന ലെവലിന് മുകളിലേക്ക് എത്തുകയും ചെയ്തു. 25 ബേസിസ് പോയിന്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. 50 ബേസിസ് പോയിന്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് മാർക്കറ്റിനെ പോലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 25,000 എന്ന ലെവൽ മറികടന്നത്. 2026 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 2 ഗ്രോത്ത് ഗൈഡൻസും RBI പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിൽ റെപ്പോ റേറ്റ് 6% നിന്നും 5.5% കുറയ്ക്കുകയും ചെയ്തു. ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തുന്ന മൂന്നാമത്തെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടാണ്. കൂടാതെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് അതിൻ്റെ റേറ്റിംഗ് അക്കോമഡേറ്റീവിൽ നിന്നും ന്യൂട്രലാക്കി മാറ്റുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ക്യാഷ് റിസർവ് റേഷ്യോയിൽ 100 ബേസിസ് പോയിന്റിൻ്റെ ഇടിവ് വരുത്തിയിട്ടുണ്ട്. CRR റേഷ്യോ 4% നിന്നും 3% കുറച്ചത് മാർക്കറ്റിലും എക്കോണമിയിലും എനഫ് ലിക്വിഡിറ്റി കൊണ്ടുവരും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒട്ടുമിക്ക സെക്ടറുകളിലും ഉത്തേജനം നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഔട്ട്കം ഏറ്റവും അധികം പ്രതിഫലിച്ചത് ബാങ്കിംഗ്, ഫിനാൻസ് തുടങ്ങിയ സെക്ടറുകളിലെ സ്റ്റോക്കുകളിലാണ്. കൂടാതെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള റിയാലിറ്റി, നിഫ്റ്റി ഇൻഫ്ര തുടങ്ങിയ സെക്ടറുകളിലും മികച്ച ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചു. ഇന്ന് ബാങ്കിംഗ് സെക്ടറിലെ IDFC ഫസ്റ്റ് ബാങ്ക്, AU സ്മാൾ ഫിനാൻസ് ബാങ്ക്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും നിഫ്റ്റി ബാങ്ക് 1.5% ഉയരുകയും ചെയ്തു. ICICI ജനറൽ ഇൻഷുറൻസ്, മുത്തൂറ്റ് ഫിനാൻസ്, HDFC AMC, ശ്രീറാം ഫിനാൻസ് തുടങ്ങിയവയുടെ സ്റ്റോക്കുകളും 1% ഉയർന്നു. നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ് 1.5% ഉയർന്നപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിൻ്റെ അൾട്ടിമേറ്റ് ബെനിഫിറ്റ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സെക്ടറായ റിയാലിറ്റി സെക്ടർ 4.7% ഉയരുകയും ചെയ്തു. RBIയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനോട് മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. CRR റേറ്റ് കുറയ്ക്കുന്നത് വഴി പലിശ നിരക്ക് കുറവ് വരുന്നത് പണലഭ്യത ഉയരുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി മാറും. ഇത് ഇന്ത്യൻ എക്കോണമിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രധാന തീരുമാനമാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 2026 ഫിനാൻഷ്യൽ ഇയറിലെ GDP ഗ്രോത്തിലും മാറ്റമില്ലാതെ നിലനിർത്താൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസിനെ നയിക്കുന്ന പ്രധാന ഘടകങ്ങളുമാണ്. ഇനി ടെക്നിക്കൽ നോക്കുകയാണെങ്കിൽ 25,000 എന്ന ലെവലിന് മുകളിൽ മാർക്കറ്റ് ക്ലോസിംഗ് നൽകി. 25,150 ഒരു പ്രധാന റെസിസ്റ്റൻസ് ആണ്. 25,150 എന്ന റെസിസ്റ്റൻസ് കഴിഞ്ഞാൽ 25,350 മറ്റൊരു റെസിസ്റ്റൻസ് ആയി വരിക. അതേസമയം 24,850 മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിക്കുന്ന പോസിറ്റീവ് ഡേറ്റ പുറത്തു വരുന്നെങ്കിലും ഗ്ലോബൽ മാർക്കറ്റിൽ കണ്ടീഷൻസ് അത്ര ശരിയല്ല. അമേരിക്കയുടെ എലോൺ മസ്കും ഡൊണാൾഡ് ട്രംപും തമ്മിൽ പരസ്യമായി തർക്കത്തിലേർപ്പെട്ടതിനെ തുടർന്ന് അമേരിക്കൻ മാർക്കറ്റ് വോളറ്റൈലായിട്ടുണ്ട്. കൂടാതെ ഇന്ന് അമേരിക്കയുടെ പേറോൾ ഡേറ്റയും പുറത്തു വരാനുണ്ട്. ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഗ്ലോബൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. ഡൊണാൾഡ് ട്രംപും എലോൺ മസ്കും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് എലോൺ മസ്കിൻ്റെ കമ്പനികൾക്ക് ഗവൺമെൻറ് നൽകിയിരിക്കുന്ന കോൺട്രാക്റ്റുകളും സബ്സിഡികളും വെട്ടിക്കുറയ്ക്കാൻ സാധ്യതയുള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ടെസ്ല പോലുള്ള സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ വരികയും ചെയ്തു. കൂടാതെ ബ്രന്റ് ക്രൂഡിൻ്റെ വിലയിലും ഇടിവ് വന്നിട്ടുണ്ട്. ബ്രന്റ് ക്രൂഡിൻ്റെ വില 0.4% ഇടിഞ്ഞ് $65.06 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു. 50 ബേസിസ് പോയിന്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിൻ്റെ ബെനിഫിറ്റ് ഏറ്റവും അധികം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സെക്ടറാണ് റിയാലിറ്റി സെക്ടർ. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് റിയാലിറ്റി സെക്ടർ ഇന്ന് 4%-ലേറെ ഉയർന്നത്. ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, DLF, ഒബറോയ് റിയാലിറ്റി, പ്രസ്റ്റീജ് എസ്റ്റേറ്റ്, ശോഭ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് 3% ഉയരുകയും ചെയ്തു. റിയാലിറ്റി സെക്ടറിൽ 50 ബേസിസ് പോയിന്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിച്ചേക്കും. കൂടാതെ ഹൗസിംഗ് ഫിനാൻസ് സെക്ടറിലും ഹൗസിംഗ് ഫിനാൻസിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കാനും ഇതൊരു കാരണമാകും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, DLF, ഒബറോയ് റിയാലിറ്റി, പ്രസ്റ്റീജ് എസ്റ്റേറ്റ് തുടങ്ങിയ സ്റ്റോക്കുകൾ വരും സമയങ്ങളിലും പോസിറ്റീവ് ട്രെൻഡിൽ തുടരുമെന്നാണ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇവിടെ നമ്മൾക്ക് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്ക് പ്രസ്റ്റീജ് എസ്റ്റേറ്റ് ആണ്. കഴിഞ്ഞ ദിവസവും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും സ്റ്റോക്ക് 5% ഉയർന്ന് 1,709 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്കിലോ 1,048, 52 വീക്കായി 2,074. പ്രസ്റ്റീജ് എസ്റ്റേറ്റിൻ്റെ Q4 പെർഫോമൻസ് നമ്മൾ പരിശോധിച്ചാൽ കമ്പനിയുടെ പ്രീ സെയിൽസിൽ 48% വർധനവാണ് ഉണ്ടായത്. കൂടാതെ 2026 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള കമ്പനിയുടെ ഗ്രോത്ത് ഗൈഡൻസ് പരിശോധിച്ചാൽ 27,000 കോടി രൂപയുടെ പ്രീ സെയിൽസാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. അതിൽ Q1
Q1 മാത്രം 12,000 കോടി രൂപയുടെ പ്രീ സെയിൽസ് ലക്ഷ്യമിടുന്നുണ്ട്. ഉയർന്ന ഗ്രോത്ത് ഗൈഡൻസിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ വരും സമയങ്ങളിലും ഫോക്കസ് ചെയ്യാവുന്നതാണ്. 1700-നടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 1500 വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ട്. റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് അതിൻ്റെ റെസിസ്റ്റൻസ് ലെവലായ 2000-ലേക്ക് ഉയരാനും റെസിസ്റ്റൻസ് ലെവലിലെ ബ്രേക്കൗട്ട് ഓപ്പർച്യൂണിറ്റി പോലുള്ള ഫാക്റ്റുകൾ മുന്നിൽ കണ്ടും പ്രസ്റ്റീജ് എസ്റ്റേറ്റ് എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.